ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കായിക പരിശീലകനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ വ്യത്യസ്തതകളുള്ള ഒരു കായിക പരിശീലകൻ. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് എത്താം. ശ്രീ രാജൻ കുഞ്ഞിമംഗലം, സ്വാഗതം. നമസ്തേ. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പതിറ്റാണ്ടിലേറെയായി താങ്കളിപ്പോൾ കായിക പരിശീലന രംഗത്ത് മികവ് തെളിയിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യത്യസ്തനായ കായിക പരിശീലകൻ എന്ന് പറയാൻ കാരണം തീർത്തും സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് താങ്കൾ കായിക പരിശീലനം നൽകുന്നത്. ഒരു പ്രതിഫലവും ആഗ്രഹിച്ചിട്ടല്ല ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമുക്ക് പോകേണ്ടത്. അതിനു മുൻപായിട്ട് ഏതൊക്കെ ഇനങ്ങളിലാണ് താങ്കൾ പ്രധാനമായും പരിശീലനം നൽകുന്നത്? ഞാൻ പ്രധാനമായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വോളിബോൾ, അത്ലറ്റിക്സ്, സ്വിമ്മിങ്, ഈ 3 ഇനങ്ങളിലാണ് പ്രധാനമായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുറേ കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് സൗജന്യമായിട്ട് പരിശീലനം കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ കുട്ടിക്കാലത്ത് ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നാണോ അതോ കായിക രംഗത്തിന് ഇത്രയൊന്നും പോരാ എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണോ? ഇത് മാഡം പറഞ്ഞ 2 രീതിയിലും അതിനെ എടുക്കാം. കാരണം എനിക്ക് കുട്ടിക്കാലത്ത് ലഭിക്കാതെ പോയ പരിശീലനങ്ങൾ അത് ഒരു കാരണമാണ്. രണ്ടാമത് കായിക രംഗത്ത് ഈ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം കൂടിയുണ്ട്. ഇത് രണ്ടും ആണ് എന്നെ ഇത്തരം ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കുഞ്ഞിമംഗലം കണ്ണൂർ ജില്ലയിലാണെന്ന് തോന്നുന്നു. അതെ, കുഞ്ഞിമംഗലം കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ മാത്രമാണോ ഈ പരിശീലന പദ്ധതികൾ ഒതുങ്ങി നിൽക്കുന്നത് അതോ? അതല്ല, എൻ്റെ പരിശീലനം വോളിബോൾ കുഞ്ഞിമംഗലവും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ണൂർ ജില്ലയിലെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ ചെയ്യാറുണ്ട്. അതുപോലെ സ്വിമ്മിങ് കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യാറുണ്ട്. ഏകദേശം അവിടുന്ന് പയ്യന്നൂരിൽ നിന്നും 30 കിലോമീറ്റർ പരിധി വരുന്ന കണ്ണപുരം, പഴയങ്ങാടി, മാതമംഗലം, പിലാത്തറ, അങ്ങനെ പല സ്ഥലങ്ങളുമായിട്ട് സ്വിമ്മിങ് പരിശീലനം ചെയ്തു വരുന്നുണ്ട്. ഒരു ക്ലബ്ബ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ക്ലബിൻ്റെ രൂപീകരണമൊക്കെ? ക്ലബിൻ്റെ രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മേഖലയിൽ അതീവ താല്പര്യരായതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു കോച്ചിങ് സെൻറ്റർ തന്നെ ഇതിൻ്റെ പേരിൽ വേണം എന്നുള്ള നിലയിൽ അങ്ങനെയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയാണ് രാജൻ ബ്രദേഴ്സ് കോച്ചിങ് സെൻറ്റർ എന്നതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഓരോ പരിശീലകർക്കും ഓരോ രീതിയാണ് പരിശീലിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ തന്നെ. താങ്കളുടെ ഒരു പരിശീലനത്തിൻ്റെ രീതി എങ്ങനെയാണ്? ആ സമയം എപ്പോഴാണ്? അതൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പരിശീലന രീതി രാവിലെ 5:45 തൊട്ടാണ്. 6 മണിക്ക് കുട്ടികളെ 5:45 റിപ്പോർട്ട് ചെയ്യാൻ പറയും. 6 മണി തൊട്ട് എൻ്റെ പരിശീലനം ആരംഭിക്കും. അത് 7:30 വരെയാണ് സാധാരണഗതിയിൽ എന്നും. പിന്നെ അവധി ദിവസങ്ങളിലാണെങ്കിൽ 8 മണി വരെ പോകും. മറ്റ് വൈകുന്നേരം 4:30 എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്ന് എത്താൻ വൈകും. 5 മണിക്ക് തുടങ്ങി 6:30 വരെയാണ്. ഈ കുട്ടികളെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഓരോ സ്കൂളുകളിൽ നിന്നും ഇങ്ങനെ താല്പര്യപ്പെട്ട് വരുന്ന കുട്ടികളുണ്ടോ? ഇങ്ങനെ കേട്ടറിഞ്ഞ് വരുന്ന കുട്ടികൾ, അതല്ല സ്കൂളുകളിൽ എന്തെങ്കിലും കോൺടാക്റ്റ് വഴി അങ്ങനെ കുട്ടികളോട് പറയുന്നുണ്ടോ ഈ കാര്യം? തീർച്ചയായിട്ടും അതായത് സ്കൂൾ വഴി വരുന്ന കുട്ടികളുണ്ട്. സ്കൂളിലെ പല കായിക അധ്യാപകരും മറ്റധ്യാപകരും എന്നെ ബന്ധപ്പെടാറുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബുകാർ ഇത്തരം ക്യാമ്പുകൾ നടക്കുമ്പോൾ അവിടത്തേക്ക് കുട്ടികളെ ധാരാളം അയക്കാറുണ്ട്. ഈ നാട്ടിൻപുറത്തെ ഒരു കൂട്ടായ്മയിൽ പ്രത്യേകിച്ചും ഈ നഗരപ്രദേശങ്ങളിലതിനേക്കാളൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കഴിവ് കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ കുഞ്ഞിമംഗലത്തുള്ള ആളുകൾ എങ്ങനെ, ഏത് രീതിയിലാണ് താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോകുമ്പോഴും? തീർച്ചയായിട്ടും എൻ്റെ നാട്ടുകാർ അകമഴിഞ്ഞ ഒരു പ്രോത്സാഹനം തന്നെ അതിൽ നൽകുന്നുണ്ട്. കാരണം ഇങ്ങനെ കായിക രംഗത്തെ വിദ്യാർത്ഥികളെ ഉയർത്തിയെടുക്കുക, അതിനേക്കാളും ഞാൻ ആത്യന്തികമായി കാണുന്ന എൻ്റെ ലക്ഷ്യം നല്ല കായിക ശേഷിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിനുശേഷം ഫിസിക്കലി ഫിറ്റ്നസ് ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക. അതിൽ നിന്ന് നല്ലവരെ കണ്ടെത്തി, അതിൽ ഏറ്റവും നല്ല കഴിവുള്ളവരെ കണ്ടെത്തി ഏത് ഇനങ്ങളിലാണോ, ഞാൻ വോളിബോൾ മാത്രമല്ല, ഇനി ഫുട്ബോളിലേക്ക് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ആ തലത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട കോച്ചിങ് ചെയ്യുന്ന ആൾക്കാരുടെ അയക്കാറുണ്ട്. അതുപോലെ അത്ലറ്റ്സിലായാലും സ്വിമ്മിങ്ങിലായാലും വോളിബോളിലായാലും. ഇതിലൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ പരിശീലനത്തിന് ഉപരിയായി അതിനെക്കാട്ടിയും നല്ല പരിശീലകർ, മികവുറ്റ പരിശീലകർ വേറെ ഉണ്ടെങ്കിൽ ആ ഒരു പരിധി കഴിയുമ്പോൾ അവരെ ആ ക്യാമ്പിലേക്ക്, ഇല്ലെങ്കിൽ അത്തരം സ്പോർട്സ് സ്കൂളിലേക്ക്, കോളേജിലേക്കും കുട്ടികളെ അയക്കാറുണ്ട്. ഈ നേരത്തെ ഒരു സമയം പറഞ്ഞല്ലോ, സമയക്രമം, എല്ലാ ഇനങ്ങളും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെയാണ് പരിശീലിക്കുന്നത്? അത് ഓരോന്നിനും ഓരോ ദിവസം അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? അല്ല, ഇതിൽ ഈ സ്വിമ്മിങ് വ്യത്യസ്തമാണ്.
സ്വിമ്മിങ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയാണ് സ്വിമ്മിങ്ങിൻ്റെ രീതി. സ്വിമ്മിങ് 6:30 തുടങ്ങുമല്ലോ. കാരണം നല്ല പ്രകാശം വെളിച്ചങ്ങളൊക്കെ വന്ന്, പ്രത്യേകിച്ച് ഞാൻ അവിടെ കൂടുതലായി ഉപയോഗിക്കുന്നത് അങ്ങനെ സ്വിമ്മിങ് പൂളില്ല. നമുക്ക് ക്ഷേത്രക്കുളങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ മഹത്വം. ഈ ക്ഷേത്രക്കുളങ്ങളിലാണ് എൻ്റെ ക്യാമ്പുകളൊക്കെ, സ്വിമ്മിങ് ക്യാമ്പുകൾ നടക്കുന്നത്. ഒരു സ്ഥലത്തൊഴിച്ച്, അല്ല 2 സ്ഥലത്തൊഴിച്ച് ബാക്കി 6-8ഓളം ക്ഷേത്രക്കുളങ്ങൾ ഞാൻ ഈ സ്വിമ്മിങ് ക്യാമ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് അവരൊക്കെ വേണ്ടുന്ന പ്രോത്സാഹനം നൽകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളൊക്കെ. മറ്റ് സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? മറ്റ് മൈതാനം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെർമനൻ്റ് ഒരു ഗ്രൗണ്ട് എന്നുള്ളത് നമ്മളിപ്പം ഗവൺമെൻറ്റിൻ്റെ, അതായത് റെയിൽവേ, ഏഴുമല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനുണ്ട്, അതിൻ്റെ പരിസരത്തുള്ള ഒരു ഗ്രൗണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് റവന്യൂ ഭൂമിയാണ്, റെയിൽവേ ഭൂമിയാണ്. രണ്ടിൻ്റെ കൂടിയുള്ള ഒരു സമ്മിശ്രമായ ഒരു ഭൂമിയിലാണ് ഞാനിപ്പോൾ എൻ്റെ ഈ കോച്ചിങ് സെൻറ്റർ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ സ്വിമ്മിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കായികക്ഷമത മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ഉപാധിയാണെന്ന് പറയും. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പോൾ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വലിയ ആളുകൾക്കും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അപകടങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയിലാണ് അവരെ നീന്തൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ സാധാരണ ആളുകൾക്ക് ആ ഒരു സീസൺ കഴിയുന്നതോടുകൂടി അതും അവസാനിക്കാറുണ്ട് ആ ചിന്ത. അപ്പോൾ എല്ലാ സ്കൂളുകളിലും കുട്ടികളെ ബേസിക്കലി നീന്തൽ പഠിപ്പിക്കേണ്ടത്, അത് സിലബസിൽ തന്നെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആ രീതിയിലുള്ള സംസാരം ഏതെങ്കിലും സ്കൂളുകളോടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത് സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ അത്യന്താപേക്ഷിതമായി, നമ്മളിപ്പം തന്നെ ലോകത്താൽ 3/4 വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ സ്വിമ്മിംഗ് പഠിക്കേണ്ട ആവശ്യകത കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അതിനൊരു പ്രാധാന്യം നൽകുന്നുണ്ട്, സിലബസിലും അല്ലാതെ കൊണ്ട് പ്രാധാന്യം നൽകുന്നുണ്ട് ലോക്കലി. എന്നാലും നമ്മളൊക്കെ ഇത്തരം ക്യാമ്പുകൾ ചെയ്യുമ്പോൾ അവിടത്തേക്ക് വിദ്യാർത്ഥികളെ അയക്കേണ്ട ആവശ്യകത പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. പലപ്പോഴും നമ്മളിപ്പം നമ്മുടെ ഇവിടെ തോട്ടയ്ക്കാട് ബോട്ടപകടം, പിന്നെ മറ്റ് അടുത്ത കാലത്തൊക്കെ നമ്മളെ കുളത്തിലും ചെറിയ ഒരു തൊട്ടി വെള്ളത്തിൽ പോലും മുങ്ങി കുട്ടികൾ മരിക്കുന്ന അവസ്ഥ. പക്ഷെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരാവുന്നത്. അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഇത്തരം ക്യാമ്പുകളൊക്കെ ഉണ്ടായ പരിശീലനക്കാർ അവിടെ നമ്മളെ കുട്ടികളെ അയക്കുക, എന്നിട്ട് അതിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പല രക്ഷിതാക്കളും എത്തുന്നില്ല എന്നുള്ള ഒരു വസ്തുത എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു ഇത് എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഞാൻ മറ്റ് കലകളെ മോശമാക്കി പറയല്ല, ഡാൻസുകളും അതുപോലുള്ള കലകൾ ചെയ്യുന്നിടത്തേക്ക് ഈ കുട്ടികളെ അവിടെ വലിയ ഭാരിച്ച ഫീസ് കൊടുത്ത് പഠിപ്പിക്കുകയും അവിടെ ഈ കുട്ടികളുടെ പഠനം എന്തുണ്ട് അവലോകനം ചെയ്യാൻ, അത് കാണുവാൻ വേണ്ടി സ്ഥിരമായ അച്ഛനും അമ്മയും അമ്മാവന്മാരൊക്കെ ക്യൂ നിന്ന് കാണുന്ന അനുഭവങ്ങൾ എത്രയോ ഞാൻ കാണാറുണ്ട്. അതേസമയം നമ്മൾ ഏറ്റവും ഏകാഗ്രതയും ശ്രദ്ധയും വേണ്ടുന്ന പഠിപ്പിക്കുന്ന ഒരു ഇനമാണ് നീന്തൽ പരിശീലനം. ഒരു ചെറിയ ഒരു ശ്രദ്ധ, മൈന്യൂട്ടായി നമ്മുടെ ശ്രദ്ധ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം വലുതാണ്. അത്തരം സ്ഥലങ്ങളിലേക്ക് ഞാൻ ഈ സ്വിമ്മിംഗ് ക്യാമ്പിൽ ഒരു വർഷം 300-350 കുട്ടികളെ പരിശീലിപ്പിച്ചു വിടാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15% രക്ഷിതാക്കൾ മാത്രമാണ് നമ്മുടെ ഈ സ്വിമ്മിംഗ് പരിശീലിപ്പിക്കുന്ന കുളത്തിൻ്റെ അരികിലെത്താറ്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു വിഷമം തോന്നാറുണ്ട്. കാരണം ഇത്രയും ഒരു മഹത്തായ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അയാളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ട് തള്ളപ്പെടുന്ന ചില രക്ഷിതാക്കളുടെ മനോഭാവത്തോട് എനിക്ക് അതോർത്ത് ഇത്തിരി വിഷമം തോന്നാറുണ്ട്. ഏതായാലും അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതും ആവശ്യമാണെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞു അവിടത്തെയുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ പരിശീലനമൊക്കെ നൽകുന്നതെന്ന് പറഞ്ഞു. രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇനങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ താല്പര്യം കാണിക്കും. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വിടാതെ താങ്കളുടെ കീഴിൽ പരിശീലനത്തിന് അയക്കാൻ പൂർണ്ണമായും ഒരു മനസ്സ് കാണിക്കുന്നുണ്ടോ ആ ഗ്രാമത്തിലെ രക്ഷിതാക്കൾ? തീർച്ചയായിട്ടും ഒരു പരിധി വരെ, ഒരു 50% രക്ഷിതാക്കൾ അതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എന്നും നമ്മൾ സ്കൂളുകളും പിന്നെ അത് സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷൻ, പിന്നെ മുഴുവൻ സമയം ഇപ്പോൾ കുട്ടികൾ കമ്പ്യൂട്ടറും നെറ്റും ഫോണിൽ ഒരു അഡിക്റ്റാവുന്ന ഒരു സാഹചര്യമാണ്. കുട്ടികൾ ഇപ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത അത്രയും മോശമായി, എപ്പോഴും നമ്മളെപ്പം കുത്തനെ പിടിച്ച് ഈ മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കഴിവുകളും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചില രക്ഷിതാക്കൾ അതിൽ നിന്ന് വിഭിന്നമായി കുട്ടികളെ ഈ മൊബൈലും നെറ്റും മാത്രം ഇരുന്നു കൊണ്ടുള്ള കളികളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുവാൻ
ശ്രമിക്കാറുണ്ട്. അവരൊരു കായികക്ഷമത ആവശ്യമാണ് എന്ന ബോധമുള്ള ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അത്തരം ആൾക്കാർ എപ്പോഴും നമ്മൾ വിളിക്കുകയും അതിനൊരു പ്രോത്സാഹനം നൽകുന്ന ആൾക്കാർ ഉണ്ട്. ഇപ്പോൾ കുഞ്ഞിമംഗലത്ത് നിന്നല്ലാതെ മറ്റേതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്? കുഞ്ഞിമംഗലം ഗ്രാമത്തിൽ നിന്നല്ലാതെ ഉണ്ട്. നമ്മളിപ്പം തളിപ്പറമ്പ, ചപ്പാരപ്പട പഞ്ചായത്ത്, ചെറുതാഴൻ പഞ്ചായത്ത്, പിന്നെ പയ്യന്നൂർ മുനിസിപ്പൽ ഏരിയ, അങ്ങനെ വ്യത്യസ്തമായ പഞ്ചായത്തുകളിൽ നിന്നും ഇവിടുന്ന് കുഞ്ഞിമംഗലം ഗ്രാമപ്രദേശത്ത് നിന്ന് 40-50 കിലോമീറ്ററിൽ നിന്ന് വിദൂരങ്ങളിൽ നിന്നും പോലും വിദ്യാർത്ഥികൾ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കാറുണ്ട്. ഈ കുട്ടികൾക്ക് താല്പര്യമായിട്ട് വരുന്നതാണോ അതോ രക്ഷിതാക്കൾ കൊണ്ടാക്കുന്ന കുട്ടികളുണ്ടോ? അതായത് ഭൂരിഭാഗം കുട്ടികളും കുട്ടികളുടെ ഇഷ്ടം കൊണ്ട് താല്പര്യം കൊണ്ട് മാത്രം വരുന്നതാണ്. അപൂർവം ഒരു 10% ആൾക്കാർ കമ്പൽസറി രക്ഷിതാക്കൾ എൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അവരെ കായികക്ഷമത, അതാണ് പല രക്ഷിതാക്കളും അവർ വലിയൊരു കായിക താരം ആവുക എന്നതിലുപരിയായിട്ട് അവർക്കൊരു ശക്തിയുള്ള ആരോഗ്യമുള്ള ഒരു ശരീരം, ഒരു മനസ്സ്, അതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത്തരം ക്യാമ്പുകൾ പങ്കെടുക്കണം എന്ന് ബോധമുള്ള രക്ഷിതാക്കളുണ്ട്. അവരത്തരം ചെയ്യാറുണ്ട്. ഇപ്പോൾ താങ്കൾ പരിശീലിപ്പിച്ചിട്ട് വലിയ വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് പേരെടുത്ത കായിക താരങ്ങളായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ ഒന്ന് പറയാമോ? ആരൊക്കെയാണ് അത്തരം ഏതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തു? അതൊക്കെ കാണുമ്പോൾ ഒരു സംതൃപ്തി എങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും എൻ്റെ ശിഷ്യന്മാർ, അതായത് ജാക്സൺ കേരള ഗാന്ധി യൂണിവേഴ്സിറ്റി താരമാണ്, യൂത്ത് സ്റ്റേറ്റ് താരമാണ്. അതുപോലെ മുബഷീർ കണ്ണൂർ യൂണിവേഴ്സിറ്റി താരം, ജിനേഷ് ജയേന്ദ്രൻ ദേശീയ സ്കൂൾ താരം ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ, പ്രിയങ്ക കൃഷ്ണൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അങ്ങനെ അതുപോലെ നിവേദ് സബ് ജൂനിയർ ദേശീയ താരം, അഭിജിത്ത്, അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് അനഘ ദാമോദരൻ, പിന്നെ വൈശാഖ് രാജൻ, വൈശാഖ് ബാലകൃഷ്ണൻ, ശ്രീലക്ഷ്മി, ഒരുപാട് വിദ്യാർത്ഥികൾ ഉയർന്ന തലങ്ങളിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലും മറ്റും സ്കൂൾ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ പങ്കെടുത്ത് അതൊക്കെ കാണുമ്പോഴാണ് ഒരു സംതൃപ്തി അല്ലേ? തീർച്ചയായിട്ടും അത് കാണുമ്പോൾ ഒരു സംതൃപ്തി കിട്ടാറുണ്ട്. നമ്മളെ കുട്ടികൾ ഉയർന്ന തലങ്ങളിൽ എത്തിപ്പോകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കായിക രംഗത്ത് നിന്നുള്ളൊരു വ്യക്തിയല്ല എന്നുള്ളതാണ്. അതായത് ബൈ പ്രൊഫഷൻ വേറൊരു ജോലി ചെയ്യുകയും അത് ജോലിയോടൊപ്പം ജോലിയേക്കാൾ പ്രാധാന്യം കുട്ടികളെ നല്ല കായിക ക്ഷമതയുള്ളവരായി വാർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് താങ്കളുടെ പ്രസക്തി വരുന്നതും. ജോലിയുടെ സമയമൊക്കെ എങ്ങനെയാണ്? ഏത് മേഖലയിലാണ് ജോലി? ഞാൻ 29 വർഷമായി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്ത് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയിൽ കാണും കൂടുതൽ ഇവിടെ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ സ്പോർട്സിനെ സ്നേഹിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഭാര്യ എന്നും എന്നെ ഒരു വിമർശനാത്മകമായി പറയാറുണ്ട്. നിങ്ങൾ ഈ കായിക രംഗത്ത് കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങളുടെ ജോലിയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയോ അത്യുന്നതങ്ങളിൽ നിങ്ങളെ പ്രൊഫഷനിൽ എത്തിച്ചേരാൻ പറ്റുമായിരിക്കും. അത് ശരിയാണ്. കാരണം ഞാൻ എൻ്റെ രാവിലത്തെ ഉണർന്നു കഴിഞ്ഞാൽ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷായി ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ചെന്ന് ഒരു 8-9 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനിൽ തിരിക്കുകയും ഒപ്പം തന്നെ ഒരു 4 മണിക്ക് മുമ്പ് തന്നെ ഗ്രൗണ്ടിലെത്തേണ്ട വ്യഗ്രതയായി. അപ്പോൾ തിരിച്ച് ഗ്രൗണ്ടിലെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ എൻ്റെ ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ഏതായാലും ഭാര്യ അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന്? തീർച്ചയായിട്ടും സപ്പോർട്ടുണ്ട്. കാരണം ഭാര്യയ്ക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കുട്ടികളെ വളർത്തണമെങ്കിൽ ഞാൻ തന്നെ ജോലിക്ക് പോകണം. ഭാര്യ ഹൗസ് വൈഫാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛനും അമ്മയും അവർ മൺമറഞ്ഞു പോയി. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പാണ് അച്ഛൻ മരിച്ചു. അമ്മ മരിച്ച് 1 വർഷമാകുന്നു. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷക കുടുംബമാണ്. അച്ഛൻ സ്പോർട്സിനെ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബാല്യകാലത്തിൽ സ്പോർട്സിൽ കൂടുതലായി മികവ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുതയുണ്ട്. അത് കാരണം നമ്മളൊരു കർഷക കുടുംബമാകുമ്പോൾ വീട്ടിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എല്ലാ മക്കൾക്കും. പിന്നെ പറമ്പ്, കൃഷി, അങ്ങനെ പശുക്കൾ, ഇതിനൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അച്ഛന് ഒരു സപ്പോർട്ടീവായിട്ട് അച്ഛനെ അനുസരിക്കുന്ന ഒരു മകനായി ജീവിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കാരണമായിരുന്നു. അപ്പോൾ അച്ഛനെ അനുസരിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഈ സ്പോർട്സിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പലപ്പോഴും ഞാൻ വൈകുന്നേരങ്ങളിൽ വോളിബോൾ കളിക്കളത്തിൽ അച്ഛനെ കാണാതെ കണ്ട് ഒരു അരമണിക്കൂർ അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ പോയി കളിച്ച് തിരികെ വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് പയ്യന്നൂർ കോളേജിലെത്തിയപ്പോഴാണ് കുറച്ചും കൂടെ കായിക രംഗത്തേക്ക്
ഉയർച്ചകളിലേക്ക് ഉയരണം എന്ന് താല്പര്യം വന്നു. അപ്പോൾ വോളിബോൾ ടീമിലാണ് നല്ല ഒരുപാട് കളിക്കാർ അന്നും അവിടെയുണ്ട്. അപ്പോൾ വോളിബോളിൽ അത്ര നമുക്ക് ശോഭിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് ജമ്പ് ചെയ്തു, അത്ലറ്റിക്സിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പിലൊക്കെ പങ്കെടുക്കുകയും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും പ്രചോദനമായി വന്നത് എൻ്റെ വീട്ടിൽ തന്നെ കളിക്കാറുണ്ട് എന്നത്. എൻ്റെ അച്ഛൻ്റെ അനിയൻ ദേശീയ വോളിബോൾ താരമാണ്. ഏകദേശം ജെമ്മി ജോർജിൻ്റെയൊക്കെ സമകാലികനായി കളിച്ച PP കൃഷ്ണൻ എന്ന് പറയും. അദ്ദേഹം ഡൽഹി സ്റ്റേറ്റ് ടീം ക്യാപ്റ്റനൊക്കെ ആയി CRPFൻ്റെ ഒരു ഡെപ്യൂട്ടി കമാൻഡൻ്റായി പിരിഞ്ഞു വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ദേശീയ മത്സരങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കാണുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല കളിക്കാരുടെ കളികളെ കാണുകയും അതുപോലുള്ള നല്ല കളിക്കാരെ ആ രീതി തലത്തിലേക്ക് ഉയർന്ന തരത്തിലുള്ള കുട്ടികളെ പരിശീലിപ്പിച്ച് ആ തലത്തിലേക്ക് ഉയർത്തി വിടണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി മനസ്സിലുണ്ട്. തീർച്ചയായും ഇത് കായിക രംഗം കണ്ട് പരിചയിച്ച് പഠിച്ചു വരാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്നുള്ള പിന്തുണ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിമംഗലത്തെ ഒരു ഗ്രാമം മുഴുവൻ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു ക്ലബും രൂപീകരിച്ചു. ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി കൂടുതൽ കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി എന്തെങ്കിലും സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എങ്ങനെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ എനിക്ക് അങ്ങനൊരു സഹായം കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ വരുമാനം അതുതന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത്. സാധാരണ ഇപ്പോൾ കായികമേളകളുടെ സമയത്ത് നമ്മൾ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ കാണുകയും ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഓരോ വീട്ടിലെയും അവസ്ഥ, നല്ല കായിക താരമായി ഉയർന്നു വരുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ കുട്ടിയുടെ വീട്ടിലുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ചായാലും അതിന് പിന്തുണയ്ക്കുന്ന ആൾക്കാരെക്കുറിച്ചായാലും വളരെ കുറച്ച് ദിവസം, 5-6 ദിവസം കായികമേള തീരുന്നതോടുകൂടി ആ കാര്യവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതിപ്പോൾ കുട്ടികളിലുള്ള താല്പര്യം നിലനിർത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏത് രീതിയിലാണ് കേരളത്തിലെ കായിക രംഗം ഇനിയും മെച്ചപ്പെടേണ്ടത്? കേരളത്തിലെ കായിക രംഗം ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട്. കാരണം ഈ കായിക രംഗത്ത് അനാവശ്യമായ പ്രവണതകൾ കടന്നു വരുന്നുണ്ട്. കായിക താരങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു രീതി നമ്മുടെ കേരള സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കായിക മേഖലയിലെ കായികവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അസോസിയേഷനുകൾ കായിക മേഖലയിൽ നിന്നുള്ളവർ വരികയും അതിനെ സ്വതന്ത്രമായി ചലിപ്പിക്കുവാൻ അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കായിക മേഖല ഒരുപാട് ഉയർന്നു വരും. കാരണം അതിനു പറ്റിയ എത്രയോ കഴിവുള്ള പ്രശസ്ത കായിക താരങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ താങ്കൾക്ക് ഒരു സഹായമൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും വലിയ ഒരു സേവനം ചെയ്യുന്ന താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം ഈ കാലയളവിനുള്ളിൽ ലഭിച്ചു എന്ന് തോന്നുന്നു? അംഗീകാരം അങ്ങനെ പറയത്തക്ക വിധത്തിൽ വലിയ അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും അവിടെയുള്ള റോട്ടറി ക്ലബ്ബുകൾ, പിന്നെ ചില സ്കൂൾസ്, അതുപോലെ മറ്റ് നാട്ടിലുള്ള ക്ലബ്ബുകൾ അവർ ഒക്കെ അംഗീകരിക്കാറുണ്ട്. ഉറപ്പായിട്ടും നാടിൻ്റെ അംഗീകാരം തന്നെയാണ് ഏറ്റവും വലുത്. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു വലിയ പങ്ക് സർക്കാരിനും അതത് സർക്കാരുകൾക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സ്വയം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ഇപ്പോൾ കായികാധ്യാപകനായിട്ടല്ല ഇത് ചെയ്യുന്നത്, മറ്റൊരു ജോലി ചെയ്യുകയും കൂടുതൽ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ കൂടുതൽ മണിക്കൂറുകൾ കായിക പരിശീലനത്തിന് വേണ്ടി നിരവധി കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നാടിൻ്റെ മുഴുവൻ എല്ലാവരുടെയും അംഗീകാരം ഉറപ്പായിട്ടും അതിന് ഉണ്ടാവും എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. എത്ര കുട്ടികൾ ഇതുവരെ താങ്കളുടെ കീഴിൽ പഠിച്ചു പോയിട്ടുണ്ട്, പരിശീലനം നേടിയിട്ടുണ്ട്? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പരിശീലനം നേടിപ്പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ കൃത്യമായി നമ്മൾ സൂക്ഷിക്കാറില്ല. അതിപ്പം ഓരോ ഏരിയയിൽ ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ 100-ഉം അതുപോലെ സ്വിമ്മിങ് ആകുമ്പോൾ പറഞ്ഞാൽ സ്വിമ്മിങ് ഒരുപാട്, ഒരു വർഷം ഞാൻ പറഞ്ഞില്ലേ മിനിമം ഒരു 350-ലധികം കുട്ടികൾ ഒരു വർഷം ഞാൻ പരിശീലിപ്പിച്ചു വിടാറുണ്ട്. ഈ വെക്കേഷൻ കാലത്താണോ കൂടുതൽ കുട്ടികൾ സ്വിമ്മിങ്ങിനൊക്കെ വരുന്നത്? സ്വിമ്മിങ്ങിൽ വെക്കേഷൻ കാലത്താണ്. വെക്കേഷൻ കാലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുളം വറ്റി വരേണ്ട ഒരു അപ്പോൾ നമ്മൾ സ്വിമ്മിങ് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെയാണ് സ്വിമ്മിങ്. പിന്നെ അതല്ലാതെ ഉണ്ട് സ്പെഷ്യൽ കോച്ചിങ് എന്നുള്ള ഈ വെളിനാട്ടിൽ നിന്നൊക്കെ ഇപ്പം ലീവ് കിട്ടി വരുന്നവരുണ്ടാവും, അവരുടെ കുടുംബങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർ ഏപ്രിലൊക്കെയാണ് വരുന്നത്, ഇല്ല മാർച്ചിലൊക്കെയാണ്. താഴ്ന്ന വെള്ളത്തിൽ പോലും അവർക്ക് അത്യാവശ്യമായ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ചിലപ്പം അത്തരം കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ വെക്കേഷനിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് വോളിബോൾ അത്ലറ്റിക്സ് കോച്ചിങ് ക്യാമ്പിലാണ്. അതിൽ വെക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുണ്ടാവുന്നത്.
നേരത്തെ താങ്കൾ കുട്ടിക്കാലത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അന്ന് പലപ്പോഴും ഇതിലൊന്നും തന്നെ പങ്കെടുക്കാൻ പറ്റാതിരുന്നതിൽ ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇനിയും സമയം താമസിച്ചില്ല. കാരണം സീനിയർ താരങ്ങൾക്കായിട്ടുള്ള പല മീറ്റുകളൊക്കെ തന്നെ ഇപ്പോഴും സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാൻ ഒന്നും കൂടി ഒന്ന് കഴിവ് തെളിയിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം അവസരങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ അത് നമ്മുടെ 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 ശാരീരിക പ്രകൃതി, പ്രത്യേകിച്ച് അത്ലറ്റ്സൊക്കെ പോകുമ്പോൾ നമ്മുടെ മുട്ട് ഒരു അവിഭാജ്യ ഘടകമാണ്. അതിൻ്റെ ഒരു വേദന കാരണം അത്ര കൂടുതൽ സ്പ്രിൻ്റൊക്കെ ചെയ്യുമ്പോൾ കാലിന് വേദന കാരണം ഞാൻ അത്തരം മീറ്റുകളിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കായിക രംഗത്ത് താല്പര്യമുള്ള കുട്ടികളെ, കഴിവുള്ള കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളത് ഈ കലയെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ പ്രാധാന്യം ഉള്ളതാണല്ലോ അവരുടെ ഭക്ഷണക്രമവും ഒക്കെ. അപ്പോൾ അതിന് അത്തരത്തിൽ വീട്ടുകാരെ എന്തെങ്കിലും, ഇപ്പോൾ കഴിവുള്ള കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ വീട്ടുകാരെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാറൊക്കെ ഉണ്ടോ? സാധാരണഗതിയിൽ ഏത് രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം എന്നും എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, എത്ര മണിക്കൂർ ആ കുട്ടി ഇതിലേക്ക് വേണ്ടി തിരിയണം എന്നുള്ളതൊക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും അതിൽ ഭക്ഷണക്രമത്തിൽ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിദത്തമായ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടാവുന്ന ഭക്ഷണം. അതാണ് ഏറ്റവും ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് പച്ചക്കറികളും ഇതടങ്ങി നമ്മുടെ മത്സ്യം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണ രീതിയാണ് കുട്ടികൾക്ക് അഭികാമ്യമായി വരുന്നത്. ഫാസ്റ്റ് ഫുഡ് തീർത്തും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ കുട്ടികളെ ഞാൻ മുഴുവൻ സമയം ഞാൻ കളിക്കളത്തിലേക്ക് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പഠനത്തിന് വേണ്ടി തന്നെയാണ് കുട്ടികളോട് ഞാൻ ഉപദേശിക്കാറ്. പഠനത്തിൻ്റെ സമയം കഴിഞ്ഞ് ബാക്കി ഒരു ദിവസം ഞാൻ പറയുന്നത് അവർ രാവിലെ ഒരു 1.5 മണിക്കൂറും വൈകുന്നേരം ഒരു 1.5 മണിക്കൂറും മാത്രമാണ് ഇതിനു വേണ്ടി സ്പോർട്സിനായി നീക്കി വെക്കാൻ വേണ്ടി പറയുന്നത്. ബാക്കി സമയങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു അനുഭവം വെച്ച് എൻ്റെ കോച്ചിങ് ക്യാമ്പിലെ വിദ്യാർത്ഥികളൊക്കെ 10ാം ക്ലാസ്സിൽ എല്ലാവരും A+, ഫുൾ A+ ഇല്ലെങ്കിൽ അതിനോട് അടുത്ത മാർക്ക് നേടി വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പല രക്ഷിതാക്കൾക്കും ഒരു ധാരണയുണ്ട്, കളിക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടി പഠിക്കില്ല എന്നുള്ളത്. അത് തികച്ചും തെറ്റായ ഒരു വിശ്വാസമാണ്. ഈ കായികക്ഷമത കൂടുന്തോറും കുട്ടിക്ക് പഠനത്തിലുള്ള താല്പര്യം കൂടും. ഏതായാലും കായിക പരിശീലനം ചെയ്യുന്നത് കൊണ്ട് പഠനത്തിൽ പിന്നോക്കമായി എന്നാരും പരാതി പറയില്ല, അല്ലെ? ഇങ്ങനെ ഒരു റിസൾട്ട് കൂടി വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആദ്യം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല കായിക മേഖലയിലുള്ള വിദ്യാർത്ഥികൾ പഠന നിലവാരത്തിൽ ഉന്നതിയിലെത്തുന്നത് കൊണ്ട് അത്തരം ധാരണകൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നേരത്തെ ഇവിടെ ചോദിച്ചതിനൊരു തുടർച്ചയായിട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും മികവുറ്റ കായിക താരങ്ങൾ നിരവധി പേരുണ്ട്. ഒരുപക്ഷെ അന്താരാഷ്ട്ര താരങ്ങളോട് പോലും മത്സരിക്കാൻ കഴിവുള്ള ആളുകൾ ഇവിടെയുണ്ട്. രാജ്യത്തിനകത്ത് വെച്ച് നടത്തുന്ന പല മത്സരങ്ങളിലും കേരളം മുന്നിലെത്തുന്നുണ്ട്. പക്ഷേ രാജ്യാന്തര മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വിദേശ താരങ്ങളോടൊപ്പം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് ഈ കുട്ടിക്കാലത്ത് തന്നെ കിട്ടുന്ന ഒരു പരിശീലനത്തിൻ്റെയൊക്കെ ഒരു അഭാവം ആണ് അതിനൊരു കാരണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നുണ്ട് അതിൽ മാറ്റം വരുത്തണം, അടിസ്ഥാനപരമായ പരിശീലനത്തിൽ മാറ്റം വരുത്തണമെന്നൊക്കെ. താങ്കളുടെ ഒരു പ്രവൃത്തി പരിചയം വെച്ചിട്ട് അതിനെങ്ങനെയാണ് കാണുന്നത്? സാർ പറഞ്ഞ് വളരെ കൃത്യമായ അതിൽ തന്നെ ചോദ്യം ഉത്തരവെല്ലാം അടങ്ങിയിട്ടുണ്ട്. കാരണം ഏറ്റവും ഒരു 5 വയസ്സ് തൊട്ടെങ്കിലും നമ്മൾ കായിക മേഖലയിൽ കുട്ടികളെ ശ്രദ്ധ ചെലുത്തണം. കായിക മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി 5 വയസ്സ് തൊട്ട് കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ആ കുട്ടികൾക്കാണെങ്കിൽ കൃത്യമായ ഒരു സ്റ്റാമിന എന്നും നിലനിന്ന് പോകും. നമ്മൾ ഏറ്റവും ഒരു 10-18 വയസ്സൊക്കെ ആയി നമ്മൾ കുട്ടികളെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്ര സ്റ്റാമിന അവരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്നില്ല. പിന്നെ ഒരു മെൻ്റൽ പവർ അതും കുട്ടികൾക്ക് കിട്ടുന്നില്ല. അവർ പെട്ടെന്ന് വലിയ മത്സരങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു മാനസികമായ സ്ട്രെസ്സ് അവർക്കുണ്ടാകുന്നു. അത് ആത്മവിശ്വാസക്കുറവ് അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരം കായിക താരങ്ങളെ ഈ 5 വയസ്സ് തൊട്ട് പരിശീലിപ്പിച്ച് കൊണ്ടുവരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഞാനിപ്പോൾ എൻ്റെ ക്യാമ്പിൽ നമ്മൾ പല മറ്റ് ക്യാമ്പുകളൊക്കെ ഒരു കൃത്യമായ പ്രായപരിധി വെക്കും. 15 വയസ്സിന് മുകളിലുള്ള കായിക താരം അത്തരം ആൾക്കാരെയാണ് ക്യാമ്പിലേക്ക് എടുക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ക്യാമ്പിൽ അങ്ങനെയൊന്നുമില്ല. കാരണം അതിൽ 5 വയസ്സുള്ള കുട്ടികളുണ്ട്. പിന്നെ സ്വിമ്മിങ്ങിലൊക്കെയാണ് 3 വയസ്സുള്ള കുട്ടികൾ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് 3 വയസ്സുള്ള കുട്ടികൾ നീന്തില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. വളരെ നന്നായി 3 വയസ്സുള്ള കുട്ടികൾ വളരെ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അത്. ആ കുട്ടികളുടെ താല്പര്യം അതേ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ഏർലി സ്റ്റേജിൽ കുട്ടികളുടെ ബഡ് സ്റ്റേജിൽ തന്നെ നമ്മൾ അവരുടെ കഴിവുകളെ തിരിച്ചറിയുകയും ആ ഇനത്തിൽ പ്രോത്സാഹിപ്പിക്കുവാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഉയർച്ച ഭാവിയിൽ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല. അപ്പോൾ അത്തരത്തിലായിരിക്കണം നമ്മുടെ പരിശീലന
വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും 15 വർഷം മുമ്പ് തൊട്ട് പരിശീലിപ്പിച്ച് ആയിരക്കണക്കിന് കുട്ടികളെ കായിക മേഖലയിൽ പരിശീലിപ്പിച്ച ഒരു വ്യക്തി ആണ്. എന്താണ് ഈ രംഗത്തെ സ്വപ്നം? ഈ രംഗത്ത് സ്വപ്നം എന്ന് പറഞ്ഞാൽ നല്ല കായിക താരങ്ങളെ വളർത്തിയെടുക്കുക. നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും യശസ് വിദേശ രാജ്യങ്ങളിൽ ഒന്നായി എത്തിപ്പിടിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യം ഭാരതം, ഇന്ത്യ എന്നുള്ള രാജ്യം ഏറ്റവും സമുന്നമായ ഏറ്റവും ഉയർച്ചയുടെ പടിയിൽ, അതായത് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് ആയാലും ഒളിമ്പിക്സിലൊക്കെ നല്ല നല്ല താരങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ രാജ്യത്തിൻ്റെ വലിപ്പം മറ്റു രാജ്യങ്ങളെ കീഴടക്കണം ഈ സ്പോർട്സിലൂടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും താങ്കളുടെ ഒരു സ്വപ്നം എത്രയും വേഗം സഫലമാകട്ടെ എന്നും ഒപ്പം തന്നെ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും നിരവധി കായിക താരങ്ങൾ ഇനിയും വരട്ടെ എന്നും ആശംസിക്കുന്നു. പങ്കെടുത്തതിന് നന്ദി. നന്ദി. എന്നെ ഇത്ര കേട്ടിരുന്ന ജനം ടി വിയുടെ പ്രേക്ഷകർക്കും ജനം ടി വിയുടെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു.